കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇവൾക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞിന് സത്യഭാമ 1 കോടി രൂപ സമ്മാനം പ്രഖ്യാപിച്ചതോടെ എന്റെ മനസ്സൊന്ന് കുളിർത്തു. അങ്ങനൊരു വാഗ്ദാനം മുന്നിലുണ്ടായിരുന്നെങ്കിൽ ഇവളുടെ വയറ്റിൽ കിടക്കുന്നത് അർജുന്റെ എന്നല്ല, ആരുടെ കുഞ്ഞായാലും എപ്പോഴും ഞാൻ സ്വീകരിച്ചേനെ. അതൊക്കെ എങ്ങനെയമ്മേ? കുഞ്ഞു പിറന്നാലും ഇല്ലെങ്കിലും ഇവളെ അടിച്ചിറക്കി വിടാനുള്ളതല്ലേടി. പണം, അത് മാത്രമായിരുന്നു എന്റെ ആകർഷണം. 1 കോടി രൂപ വിലയുള്ള കുഞ്ഞിനെ കൊന്നത് താനാണെന്നും പറഞ്ഞ് സുസ്മിത മുന്നിൽ വന്ന് നിന്നപ്പോ അവളെ വലിച്ചു കീറാനാ എനിക്ക് ആദ്യം തോന്നിയത്. പിന്നൊരു പുനരാലോചനയിൽ എനിക്ക് തോന്നി അതൊരു മണ്ടത്തരാണെന്ന്. 1 കോടി രൂപയല്ല, അർജുന്റെ ജീവിതത്തിൽ നിന്ന് ഇവളെ ഒഴിവാക്കുകയാണ് വേണ്ടത്. അതിനുള്ള ആയുധമാ സുസ്മിത എന്റെ കയ്യിൽ തന്നിരിക്കുന്നത്. പിന്നെ പണം. കേരളത്തിലെ അറിയപ്പെടുന്ന ക്രിമിനൽ വക്കീൽ, അവനെ 1 അല്ല 10 കോടി വിലയിട്ട് ഞാൻ വിൽക്കുവടി. അപ്പൊ ഇവളോ? ഇവളെ നമ്മൾ തെരുവിലേക്ക് ഇറക്കി വിട്ടാലും ഇനി ഇവള് സത്യഭാമയുടെ അടുത്തേക്ക് പോവില്ല. അത്രയ്ക്ക് പക നമ്മൾ ഇവൾക്കുള്ളിൽ നട്ടു നനച്ച് വളർത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയില് ശാലിനിയുടെ സഹായം സ്വീകരിക്കാനും ഇവൾക്ക് വിമുഖതയുണ്ടാവും. തെരുവിൽ കിടന്ന് നശിച്ചു പോകത്തേ ഉള്ളൂ ഇവള്. അല്ലെങ്കിൽ ഏതെങ്കിലും കടപ്പുറത്തോ റെയിൽവേ ട്രാക്കിലോ ആരും ഏറ്റെടുക്കാനില്ലാത്ത അനാഥ ശവം. മകളെക്കുറിച്ചുള്ള സങ്കടത്തിൽ ഉരുകി ഉരുകി തീരെ സത്യഭാമ. ഇനി ഒരു സ്ട്രോക്ക് കൂടി അതിജീവിക്കാനുള്ള കരുത്തുണ്ടാവില്ല അവർക്ക്. വസുമതിക്കെതിരെ തല ഉയർത്തിയതിന് അതാ അവൾക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന ശിക്ഷ. അപ്പൊ ഇവള്? അവളവിടെ കിടന്നോട്ടടി. കുറച്ചു കാലം കൂടിയല്ലേ ഈ സൗകര്യത്തിലേക്ക് കിടക്കാൻ പറ്റൂ. ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നിങ്ങളുടെ മനസ്സ് പോലെ തന്നെ വിഷം കലർന്നൊരു പായസം. ഇനി മേലിൽ നിങ്ങൾ എനിക്ക് അമ്മയായിരിക്കില്ല. അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. മാപ്പ് തരണേ അമ്മ. എത്താറായില്ലേടോ? 2 മിനിറ്റ് ഇപ്പം എത്തും. ഇറങ്ങണം. ഇതാണോ വീട്? സാർ വരണം. ഇതാണ് നമ്മുടെ വീട്. ബുദ്ധിമുട്ടാണ്. എന്താ സാറേ?
IAS കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന്. അയ്യോ, അതെന്താ സാറ്? ഇന്ത്യയിൽ സിവിൽ സർവീസ് നേട്ടം കൈവരിക്കുന്ന കുട്ടികളുടെ ശരാശരി പ്രായം 26 വയസ്സാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ കുട്ടിക്ക് അയ്യോ, ഇതാ കുട്ടിയല്ല, ഇത് വേറെ. ഇര സിംഗാൾ, വയസ്സ് 31, 2014 IAS ബാച്ച്. അതിനടുത്ത വർഷം ടീന ദബായ്, IAS ഫസ്റ്റ് റാങ്ക് ഹോൾഡർ. വയസ്സ് 22 മാത്രം. ഇവിടെയും പ്രായം ഒരു നമ്പർ മാത്രമാണ് സർ. ഇതാണല്ലേ കുട്ടി? ഇതാണ് നമ്മുടെ കുട്ടി. ലേശം ഓവർ സ്മാർട്ടാണ് അല്ലേ? പിന്നെ നന്നായി പഠിക്കും. സാരമില്ല, നമുക്ക് ശരിയാക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ? അന്ന രാജം മൽഹോത്ര. ബോൺ ഇൻ 1927. 1951 IAS ബാച്ചിൽ അംഗമായി. നമുക്കെന്നാ അകത്തേക്ക് ഇരിക്കാം, ഇരുന്നിട്ട് സംസാരിക്കാമല്ലോ. കുടിക്കാൻ എന്തെങ്കിലും എടുക്ക പന്നി? ഏയ് വേണ്ട, ആദ്യം പഠനം. സാറ് വരണം സാറ്. സൂക്ഷിച്ച് പടിയുണ്ടേ. നമസ്കാരം. നമസ്കാരം. സാറേ ഇരിക്കണം. അല്ല, അച്ഛനും മനസ്സിലായില്ലേ? റിട്ടയർഡ് ചീഫ് സെക്രട്ടറി VP നായർ സാറ്. സാറ് ഇവിടെ സിവിൽ സർവീസിന് ഒരു കോച്ചിങ് അക്കാഡമി നടത്തുന്നുണ്ടേ. ശാലിനിക്ക് IAS ഇന്റർവ്യൂവിനെ ട്യൂഷൻ കൊടുക്കാൻ വേണ്ടി വന്നതാ. സാറിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. കുട്ടി ഒരു ബുക്കും പേന എടുക്കൂ. അതൊക്കെ ഇവിടെ ഉണ്ട് സർ, ഞാൻ പഠിക്കുകയായിരുന്നു. അങ്ങനെ വെറുതെ പഠിച്ചാ പോരാ, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. അതാണ് നായേഴ്സ് അക്കാദമിയുടെ പ്രത്യേകത. അധികം തരൂ. ഇത് കൊണ്ടുപോയി വേസ്റ്റ് ബിന്നിലിടൂ. ഇതാണ് IASലെ ആദ്യ പരീക്ഷ. ആ പരീക്ഷയിൽ ആ കുട്ടി തോറ്റു. ഈ പേപ്പർ വലിച്ചു കീറുന്നല്ലോ. നോൺസെൻസ്. പേപ്പർ വലിച്ചു കീറുന്നതല്ല, പ്രസൻസ് ഓഫ് മൈൻഡ്. മനസാന്നിധ്യവും യുക്തിബോധവും ഇല്ലാത്തവരെ സിവിൽ സർവീസ് ഇന്റർവ്യൂവിൽ തോൽക്കുമെന്നാ ഞാൻ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, എന്റെ ഇന്റർവ്യൂ ഇറ്റ് വാസ് ഇൻ 1977. ഞാൻ ഇന്റർവ്യൂ ബോർഡിന് മുന്നിലേക്ക് കടന്നു ചെല്ലുന്നു. ബോർഡിലെ പ്രധാനി ഇതുപോലൊരു പേപ്പർ ചുരുട്ടിയെടുത്ത് എനിക്ക് നീട്ടുന്നു. അതുകൊണ്ടുപോയി വേസ്റ്റ് ബിന്നിലിടാൻ പറയുന്നു. ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാമോ? പേപ്പർ കൊണ്ടായിട്ട് വേസ്റ്റ് ബിന്നിലിട്ടുണ്ടാവും. ദാറ്റ്സ് യൂഷ്വൽ. എന്നെ ഒന്ന് അളക്കാൻ വേണ്ടിയിട്ടാ അയാള് പേപ്പർ ചുരുട്ടി എന്റെ കയ്യിൽ തന്നത്. ഞാൻ ഇന്റർവ്യൂ ബോർഡിന്റെ ടേബിളിലിരുന്ന കോളിംഗ് ബെല്ലിൽ വിരലൊന്നമർത്തി. പ്യൂൺ മുറിയിലേക്ക് കയറി വന്നു.
ഞാൻ പേപ്പർ അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, പ്യൂൺ ഇത് കൊണ്ടുപോയി വേസ്റ്റ് ബിന്നിലിടൂ എന്ന്. അവിടെ എന്താ സംഭവിച്ചത്? പ്യൂൺ പേപ്പർ കൊണ്ടിട്ട് വേസ്റ്റ് ബിന്നിലിട്ടു. ഛെ, ഇട്ടില്ലേ? അതല്ല, എന്റെ ഒരു ഡിഗ്നിറ്റി, ഒരു IAS ഓഫീസർക്ക് വേണ്ട അന്തസ്സും ആഭിജാത്യവും മാന്യതയും എനിക്കുണ്ടെന്ന് ബോർഡിന് മനസ്സിലായി. ഒരു വേസ്റ്റ് പേപ്പർ കൊണ്ടുപോയി കളയാൻ പാഴാക്കേണ്ടതല്ല ഒരു IAS ഉദ്യോഗസ്ഥന്റെ സമയം. അതിനൊക്കെ അയാൾക്ക് ആവശ്യത്തിന് സ്റ്റാഫിനെ കൊടുക്കുന്നുണ്ട് സർക്കാർ. ഇപ്പൊ മനസ്സിലായില്ലേ? ബോർഡ് അപ്പൊ തന്നെ എന്നെ ആലപ്പുഴ ജില്ലാ കളക്ടറായിട്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ തന്നെയോ? ആ, ആ, അപ്പം കോച്ചിങ് ഒന്നും ഉണ്ടായിരുന്നില്ലേ? കോച്ചിങ് ഒക്കെ ഉണ്ട്. ആ ഒരു പെർഫോമൻസ് ആണ് എന്നെ ആലപ്പുഴ കളക്ടറാക്കാൻ സഹായിച്ചതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ കഥ ഞാൻ പറയുമ്പോ പറ്റിയ മണ്ടത്തര ഓർത്ത് ആ കുട്ടി ചമ്മുന്നത് നിങ്ങളൊന്ന് കണ്ടോണം. വേഗം വാ, സാറ് വെയിറ്റ് ചെയ്യ. ശാലിനെ കുറിച്ചിപ്പോ പറഞ്ഞേ ഉള്ളൂ സാറ്. അതായത് കുട്ടി, ആ പേപ്പർ ഞാൻ കുട്ടിക്ക് തന്നത് എന്തിനാണെന്ന് വെച്ചാൽ, പ്രഗത്ഭനായ ഒരു IAS ഓഫീസറുടെ സർവീസ് സ്റ്റോറിയില് ഈ സംഭവം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ ബോർഡിലെ ഒരംഗം പേപ്പർ ചുരുട്ടി ഉദ്യോഗാർത്ഥിക്ക് നൽകിയതും ഉദ്യോഗാർത്ഥി പ്യൂണിനെ വിളിച്ച് പേപ്പർ വേസ്റ്റ് ബിന്നിൽ ഇടാൻ പറഞ്ഞതും. ആട്ടെ, സെർവന്റിനെ വിളിക്കാതെ കുട്ടി തന്നെ പേപ്പർ കൊണ്ടുപോയി കളഞ്ഞതിന് എന്ത് വിശദീകരണം കൊടുക്കാം ബോർഡിന്? ഇന്റർവ്യൂ ബോർഡിന് മുന്നിലായിരുന്നെങ്കിൽ ഞാനും അത് തന്നെ ചെയ്യുമായിരുന്നുള്ളൂ സർ. പക്ഷേ ഇത് ഓഫീസല്ല, കുടുംബമാണ്. അവിടെ ജോലികൾ പങ്കുവെക്കുമ്പോഴാ സന്തോഷം പെരുകുക. ശാലിനി IAS കാരിയായാലും കുടുംബ ബന്ധങ്ങളിലൊന്നും മാറ്റം വരില്ല. ശാലിനി പഴയ ശാലിനി ആയിരിക്കും. അല്ല, സാറിന്റെ ഭാര്യ DGP ആണെങ്കിലും സാറിന് ചായ ഇട്ട് തരില്ലേ? ആ, അത് പിന്നെ നമുക്കിനി പ്രധാന വിഷയത്തിലേക്ക് വരാം. കുട്ടിയിരിക്കും. ഇവിടെ ഇരിക്കും. സാറ് പറയണ കേട്ടില്ലേ? ഇരിക്കവിടെ. ആ ബുക്കും പേന എടുത്തോളൂ. ഞാൻ എടുത്തു കൊടുക്കാം. അയ്യോ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവം എഴുതിയെടുക്കണം. സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് ഹാജരാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട 25 കാര്യങ്ങൾ. 25 ഗോൾഡൻ റൂൾസ് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തതാ. പറയണം സർ. നമ്പർ 1, സ്റ്റാർട്ട് എയർലി. നേരത്തെ പുറപ്പെടണമെന്ന്. നമ്പർ 2, നോ യുവർ സെൽഫ്. അവനവനെ പറ്റിയുള്ള ബോധം ഉണ്ടായിരിക്കണമെന്ന്. റീഡ് യുവർ ബയോഡേറ്റ മൾട്ടിപ്പിൾ ടൈംസ്. എന്താ എഴുതിയെടുക്കുന്നില്ലേ? Develop a positive attitude. Don't take the interview in a light spirit. Develop self-confidence. ഇതൊക്കെയല്ലേ ബാക്കി. കുട്ടിക്ക് ഇതെവിടുന്ന് കിട്ടി? ഇതൊക്കെ ഇന്റർനെറ്റിലുള്ളത് സർ. ഓ, ഈ ഇന്റർനെറ്റിനെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ വാ തുറന്നാൽ അപ്പ കോപ്പി അടിച്ചു കളയും. ഇനി ഇന്റർവ്യൂയിലേക്ക് കടക്കാം. പറയണം സർ. ഏകദേശം
അരമണിക്കൂർ സമയം നിങ്ങൾക്ക് ലഭിക്കും. ഈ അരമണിക്കൂറിലാണ് നിങ്ങൾ ഭരിക്കേണ്ട ആളാണോ അതോ ഭരിക്കപ്പെടേണ്ട ആളാണോ എന്ന് തീരുമാനിക്കുന്നത്. മെയിൻ എക്സാമിന്റെ കൂടെ 100 മാർക്ക് കൂടി അധികം ലഭിക്കാം. ഇന്റർവ്യൂവിൽ നന്നായി ശോഭിച്ചാൽ മെയിൻ ടെസ്റ്റിൽ അല്പം മാർക്ക് കുറഞ്ഞാലും റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താനാവും. ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഉത്തരങ്ങൾ ജാഗ്രതയോടെ നൽകണം. നമ്മളെ കൊടുക്കാൻ വേണ്ടി പലതും അവർ ചോദിക്കും. ഉത്തരങ്ങളിൽ പക്ഷപാതമോ രാഷ്ട്രീയ ചായവോ പ്രകടമായാൽ അതേ ചൊല്ലി ഉപചോദ്യങ്ങൾ ഉണ്ടാകും. പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതാകും. അതുകൊണ്ട് ശ്രദ്ധയോടെ മറുപടി നൽകുക. ശരി സർ. എങ്കിൽ ഒന്നാമത്തെ ചോദ്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നാണ്? അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചു. അത് അന്തിമ ഫലം കണ്ടത് 1947 ഓഗസ്റ്റ് 15-ന്. ഗുഡ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആരാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര നായകൻ? എടുത്തു പറയാൻ ഒട്ടേറെ പേരുണ്ട് സർ. അക്കൂട്ടത്തില് ആരുടെയെങ്കിലും ഒരാളുടെ പേര് പറയുന്നത് മറ്റുള്ളവരോട് ചെയ്യും. 1939-ൽ നോർത്ത് അമേരിക്കയിലാ ഇതാദ്യം പരീക്ഷിക്കപ്പെട്ടത്. പിന്നീട് അത് ലോകവ്യാപകമായി. കൊള്ളാം. നല്ല ജനറൽ നോളജ് ഉണ്ട് കുട്ടിക്ക്. അതെ, ഞാനിനി സാറിനോടൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ആകാശത്തിന് ചുവട്ടിലുള്ള എന്തിനെ പറ്റിയും മറുപടി നൽകും ഞാൻ. നടക്കുന്ന ഭണ്ഡാകാരം എന്നൊക്കെ പറയാറില്ലേ, വാക്കിംഗ് ലൈബ്രറി. അതെന്നെ പറ്റിയാണ്. ആകാശത്തിന് ചുവട്ടിലുള്ള വേറൊന്നിനെ കുറിച്ചും അല്ല സർ, സാറിനെ കുറിച്ച് തന്നെയാ. ഓ, എന്റെ സർവീസ് അനുഭവങ്ങളെ കുറിച്ചും അഗാധ ജ്ഞാനത്തെ പറ്റിയും മികച്ച പ്രകടനത്തെ പറ്റിയൊക്കെ ആയിരിക്കും. അതൊന്നും അല്ല സർ. പിന്നെ സാറിന്റെ തലയിലെ എത്ര മുടിയുണ്ട്? എന്താ ചോദിച്ചത്? സാറിന്റെ തലയിൽ എത്ര മുടിയുണ്ടെന്ന്. അതെങ്ങനെ പറയാനാ? അല്ല, ആകാശത്തിന് ചുവട്ടിലുള്ള എന്തിനെ പറ്റിയും പറയുന്ന ആളല്ലേ, സ്വന്തം തലയിലുള്ള കാര്യത്തെ പറ്റി അറിയില്ലേ? അങ്ങനെ പറഞ്ഞ ആകാശത്തിലെ നക്ഷത്രങ്ങളും കടൽ തീരത്തെ മണൽത്തരികളും ഒക്കെ എണ്ണാൻ പറ്റുമോ? അതുപോലെ ഇതും പറ്റില്ല. പറ്റും സർ. പറ്റില്ല. പറ്റും.
എങ്കിൽ പറയേ, എന്റെ തലയിൽ എത്ര മുടിയുണ്ട്? ഒരു മനുഷ്യന്റെ തലയിൽ ശരാശരി 1,00,000 മുടി ഉണ്ടാവും എന്നുള്ളതാണ് കണക്ക്. അങ്ങനെ എല്ലാവരുടെയും കാര്യം അങ്ങ് പറയാൻ പറ്റുമോ? ഇപ്പോ എന്റെ തലയിൽ തന്നെ നോക്ക്. അതുകൊണ്ട് തന്നെയാ സാർ ഞാൻ ചോദിച്ചത്, സാറിന് അതേപ്പറ്റി ഒരു ഏകദേശ ഗ്രാഹ്യം ഉണ്ടോന്ന്. ആ, ഞാൻ ഇനി അത് കുത്തിയിരുന്ന് എണ്ണണോ? അയ്യോ, ഇങ്ങനെയൊന്നും സിവിൽ സർവീസ് ഇന്റർവ്യൂവിൽ ചോദിക്കാൻ പറ്റില്ല സാർ. സാറിന്റെ തലയിലെ മുടിയുള്ള ഭാഗത്തിന്റെയും മുടിയില്ലാത്ത ഭാഗത്തിന്റെയും അളവെടുക്കുക. എന്നിട്ട് മുടിയില്ലാത്ത ഭാഗം അതിൽ നിന്ന് കുറച്ചാ മതി, സ്ക്വയർ ഫീറ്റ് കണക്കിന്. എന്റെ ഒരു ഏകദേശ കണക്കില് സാറിന്റെ തലയിലൊരു 24,000-ത്തിനടുത്ത് മുടി കാണും. തൽക്കാലം നമുക്കിതിവിടെ നിർത്താം. പിടിക്കണ സാറേ.